السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه ونصلي ونسلم على سيدنا محمد وعلى آله وأصحابه وأتباعه ومن انتمى إليه وبعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 23/6/2017 UAE ഖുതുബ വിട പറയുന്ന റമദാൻ നമ്മളിൽ അവശേഷിപ്പിക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അല്ലാഹു പറയുന്നു, വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദൻ വആതാഹും തഖ്വാഹും. നേർമാർഗം പ്രാപിച്ചവർക്ക് അല്ലാഹു സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതും സൂക്ഷ്മതയുള്ള ജീവിതം അവർക്ക് പ്രദാനം ചെയ്യുന്നതുമാണ്. മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമദാൻ പെരുമാറ്റ രീതികളെ സംസ്കരിക്കുകയും സ്വഭാവ ഗുണങ്ങളെ വിമലീകരിക്കുകയും ചെയ്യുന്ന പാഠശാലയാണ്. ക്ഷമയുടെ സുന്ദരമായ സന്ദേശങ്ങൾ റമദാനിൽ നാം പഠിച്ചിട്ടുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്റെ അനുചരനോട് ഇങ്ങനെ പറഞ്ഞു, സും ശഹ്റ സബ്രി റമദാൻ. ക്ഷമയുടെ മാസമായ റമദാനിൽ നീ നോമ്പെടുക്കണമെന്ന്. സകല നന്മകളുടെ വാതായനവും ഐശ്വര്യങ്ങളുടെ വാതിലുമാണ് ക്ഷമ. അള്ളാഹുവിന്റെ വിലമതിക്കാനാവാത്ത അനുഗ്രഹമാണത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ അഅതല്ലാഹു അഹദൻ മിൻ അതാഇൻ ഔസഅ മിനസ് സബ്ർ. ക്ഷമയോളം വലിയൊരു സമ്മാനം അല്ലാഹു വേറൊന്ന് ആർക്കും നൽകിയിട്ടില്ലെന്നാണ് ഹദീസിന്റെ സാരം. ക്ഷമ മനുഷ്യന്റെ ഇച്ഛാശക്തിയെ ശക്തിപ്പെടുത്തും. അങ്ങനെ വികാരവിചാരങ്ങളെ അവന് പിടിച്ചു നിർത്താനാവും. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും അടയാളങ്ങളെയും അവന് ബഹുമാനിക്കുവാനാവും. അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും അവനു മനസ്സുണ്ടാവും. ആ വിചാരമാവട്ടെ, വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ഒരാൾ ആദരിക്കുന്നുവെങ്കിൽ അത് ഹൃദയങ്ങളുടെ സൂക്ഷ്മതയുടെ ഫലം തന്നെയാണ്. നോമ്പുകാരനായിരിക്കെ അനുവദനീയമായ അത്യാവശ്യങ്ങളിൽ നിന്നുപോലും അകന്നു നിൽക്കാനായെങ്കിൽ റമദാനല്ലാത്ത സമയത്ത് നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കണം. നോമ്പിൽ ശീലിച്ച ആരാധനകൾ, സ്കാരവും നോമ്പും ഖുർആൻ പാരായണവും പാതിരാവിലെ പ്രാർത്ഥനയും നിരന്തരമായ ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും കുടുംബബന്ധം പുലർത്തലും മതപഠന സദസ്സുകളിലെ സാന്നിധ്യവും മറ്റും തുടർന്നു കൊണ്ടുപോവാൻ നാം ക്ഷമ കാണിക്കണം. ആരാധനകൾക്ക് അത്യന്താപേക്ഷിതമായ ക്ഷമയെന്ന ഗുണത്തോടൊപ്പം റമദാൻ നമുക്ക് നൽകേണ്ട മറ്റൊരു പാഠം മുഴുവൻ ജനങ്ങളോടുമുള്ള സ്നേഹസമ്പൂർണമായ പെരുമാറ്റമാണ്. നല്ലതും ഉന്നതമായതും മാത്രമേ മുഅ്മിൻ സംസാരിക്കാവൂ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ഫിൽ ജന്നതി ഖുറഫൻ തുറാ ളുഹൂറുഹാ മിൻ ബുതൂനിഹാ വബുതൂനുഹാ മിൻ ളുഹൂരിഹാ. പുറമേ നിന്ന് നോക്കിയാൽ ഉൾഭാഗവും ഉൾഭാഗത്തു നിന്ന് നോക്കിയാൽ പുറഭാഗവും കാണുന്ന സ്ഫടിക സമാനമായ ചില മണിമാളികകൾ സ്വർഗത്തിൽ അല്ലാഹു സജ്ജീകരിച്ചു വച്ചിട്ടുണ്ട്. ഇത് പറയേണ്ട താമസം ഒരു സഹാബി വര്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു അത്രേ, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ തിരുദൂതരെ, ഇതാർക്കു വേണ്ടിയാണ് അള്ളാഹു തയ്യാർ ചെയ്തിരിക്കുന്നത്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിപദിച്ചു, ലിമൻ അതാബൽ കലാം. നല്ലത് സംസാരിക്കുന്നവനാണ്. വഅത്അമ അത്അാം. ഭക്ഷണം ദാനം ചെയ്യുന്നവനാണ്. വഅദാമസ് സിയാം. നോമ്പ് പതിവാക്കുന്നവനാണ്. വസല്ലാ ലില്ലാഹി ബില്ലൈലി വന്നാസു നിയാം. ആളുകൾ നിദ്രയിലായിരിക്കെ രാത്രിയിൽ അല്ലാഹുവിനു വേണ്ടി നിസ്കരിക്കുകയും ചെയ്തവർക്കു വേണ്ടിയാണ് അത്തരം സുന്ദരമായ
മണിമാളികകൾ അള്ളാഹു തീർത്തുവച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ റമദാനിൽ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഏതൊരു വാക്കുച്ചരിക്കുമ്പോഴും അവന്റെ അടുക്കൽ അത് രേഖപ്പെടുത്തുവാൻ ഒരുങ്ങിയ നിരീക്ഷകർ ഇല്ലാതിരിക്കുകയില്ല എന്ന ഖുർആനിന്റെ പ്രഖ്യാപനം നോമ്പുകാലത്ത് ഏഷണയിൽ നിന്നും പരദൂഷണത്തിൽ നിന്നും നമുക്ക് മോക്ഷം നൽകിയെങ്കിൽ അത് തുടർന്നുമുണ്ടാവണം. നോമ്പും പട്ടിണിയും വൃഥാവിലാവാതിരിക്കാൻ നാം അള്ളാഹുവിന്റെ നിരീക്ഷണത്തെക്കുറിച്ച് നോമ്പുകാലം മുഴുവൻ ബോധവാന്മാരായിരുന്നു. നോമ്പിന് ശേഷവും അള്ളാഹുവിന്റെ നിരീക്ഷണമുണ്ടെന്ന് നമ്മൾ അറിയണം. ഉത്തരവാദിത്തങ്ങൾ നാം നിറവേറ്റണം, കരാറുകൾ പാലിക്കണം, വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുകയും ഉദ്യമങ്ങൾ ആത്മാർത്ഥമായി നിർവഹിക്കുകയും അങ്ങനെ സന്തോഷദായകമായ അഭിമാനപൂരിതമായ ജീവിതം നയിക്കാനും സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനും നമുക്കാവണം. ഖുർആൻ പറയുന്നത് പോലെ യാ അയ്യുഹല്ലദീന ആമനു സ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും, നിങ്ങളെ സജീവരാക്കുവാനുള്ള സദ്പാന്താവിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ അള്ളാഹുവിനും അവന്റെ റസൂലിനും നിങ്ങൾ ഉത്തരം നൽകുവിനെന്നാണ് ഖുർആൻ പറയുന്നത്. മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമദാനിൽ നന്മയിലെ മാത്സര്യബോധവും സമയം നന്മയിൽ വിനിയോഗിക്കുന്നതിനെക്കുറിച്ചും നാം ധാരാളം മനസ്സിലാക്കുകയുണ്ടായി. ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ സുഹൃതങ്ങളിൽ മത്സരിക്കുവിനെന്ന ഖുർആനിക ആഹ്വാനം നാം നെഞ്ചേറ്റുകയുണ്ടായി. പ്രാർത്ഥനയിലും ആരാധനയിലും നിർമ്മാണാത്മക കർമ്മങ്ങളിലും പഠനത്തിലും അധ്യാപനത്തിലും നാം സമയം ചെലവഴിക്കേണ്ടതുണ്ട്. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീഹ്, ഹേ മനുഷ്യ, നീ നിന്റെ രക്ഷിതാവിലേക്ക് തീവ്രശ്രമം നടത്തി ചെന്നെത്തുന്നതും അവനെ കണ്ടുമുട്ടുന്നതുമാകുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. സമയത്തിന്റെയും അവസരങ്ങളുടെയും വിലയും പ്രാധാന്യവുമാണ് ഈ സൂക്തം അടിവരയിടുന്നത്. ആര് ബുദ്ധിപൂർവകമായി സമയം വിനിയോഗിക്കുന്നുവോ അവൻ ഇഹലോകത്തും പരലോകത്തും വിജയിയാണെന്ന് ഖുർആൻ പ്രസ്താവിച്ചിട്ടുണ്ട്. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹി ഹുവ ഖൈറൻ വഅഅ്ദമ അജ്റാ, സ്വന്തത്തിനായി വല്ല നന്മയും മുൻകൂട്ടി ചെയ്യുന്നുവെങ്കിൽ അത് കൂടുതൽ പുണ്യകരവും മഹത്തായ പ്രതിഫലത്തിനർഹവുമായി അള്ളാഹുവിങ്കൽ നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നാണ് ഖുർആന്റെ നിലപാട്. ചെയ്ത കർമ്മങ്ങൾ പതിവാക്കി തീർക്കുകയും നേടിയ ആത്മീയ സായുജ്യം ചോർന്നുപോവാതെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നത് മുഅ്മിനിന്റെ ഉത്തരവാദിത്വമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ അതായിരുന്നു. ചെയ്ത കർമ്മങ്ങൾ അവിടുന്ന് പതിവായി ചെയ്യുമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് പോലെ ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അമില അമലൻ അസ്ബതഹ്, പുണ്യനബി ഒരു കർമ്മം ചെയ്താൽ അത് പിന്നീട് തന്റെ പതിവാക്കി മാറ്റുമായിരുന്നു, സ്ഥിരമായി ചെയ്യുമായിരുന്നു. ആരാധനകളിൽ അത് പിന്തുടരുവാനും നന്മകൾ നിലനിർത്തുവാനും അവിടുന്ന് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന അഹബ്ബദ്ദീനി ഇലല്ലാഹി മാ ദാവമ അലൈഹി സാഹിബുഹു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മതകാര്യം ഏതൊരാൾ പതിവായി ചെയ്യുന്ന കാര്യമുണ്ടോ അതാണെന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അല്ലാഹുവിനെ വഴിപ്പെടുന്നതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയും അല്ലാഹുവിനോട് മുനാജാത്ത് നടത്തുന്നതിന്റെ സംഭാഷണം ചെയ്യുന്നതിന്റെ മാധുര്യം അനുഭവിച്ചറിയുകയും ഈമാനിന്റെ ശീതളിമ നുകരുകയും ചെയ്തവർക്ക് റമദാനിന്റെ ചൈതന്യം ജീവിതകാലം മുഴുവൻ ചുമലിലേറ്റാനാവും. റമദാനിൽ നിസ്കാരം എപ്രകാരം നിർവഹിച്ചുവോ, നന്മകളിൽ എങ്ങനെ ആവേശപ്പെട്ടുവോ, സ്വഭാവങ്ങൾ എങ്ങനെ സംസ്കരിച്ചുവോ, അള്ളാഹുവിനോടും സമൂഹത്തോടുമുള്ള ബാധ്യതകൾ എങ്ങനെ നിറവേറ്റിയോ അപ്രകാരം ജീവിതം മുഴുവൻ വിശ്വാസി പ്രകടമാക്കും. വിശുദ്ധ ഖുർആൻ സൽക്കർമ്മങ്ങൾ പതിവായി ചെയ്യുന്നവരെ, സൽക്കർമ്മങ്ങൾ ജീവിതചര്യയാക്കി മാറ്റുന്നവരെ നന്നായി പ്രശംസിക്കുന്നത് കാണാം.
ഖുർആൻ പറയുന്നത് പോലെ ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാതി വസ്സാദിഖീന വസ്സാദിഖാതി വസ്സാബിരീന വസ്സാബിറാതി വൽ ഖാശിഈന വൽ ഖാശിആത് والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. അള്ളാഹുവിന് കീഴ്പ്പെട്ടു ജീവിക്കുന്നവരും സത്യവിശ്വാസം കൈക്കൊള്ളുന്നവരും പ്രാർത്ഥന നടത്തുന്നവരും സത്യസന്ധതയുള്ളവരും ക്ഷമാശീലം കൈക്കൊള്ളുന്നവരും ഭയപ്പാടുള്ളവരും ധർമ്മനിഷ്ഠയുള്ളവരും നോമ്പനുഷ്ഠിക്കുന്നവരും സ്വന്തം ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുന്നവരും അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുന്ന ആണിനും പെണ്ണിനും അള്ളാഹു പാപമോചനവും വമ്പിച്ച പ്രതിഫലവും സജ്ജീകരിച്ചിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹു നമ്മെ അത്തരം ആളുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഫിത്ർ സകാത്ത് നോമ്പിലെ പിഴവുകൾക്ക് പരിഹാരക്രിയയാണ്. ദരിദ്രന് ഭക്ഷണമാണ്, അഗതികൾക്കും അശരണർക്കും ആശ്വാസമാണ്. സ്വന്തത്തിനും കുടുംബത്തിനും ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും വേണ്ടി കുടുംബനാഥൻ സകാത്തുൽ ഫിത്ർ നൽകണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുന്നത് പോലെ ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ സാഅൻ മിൻ തംറിൻ ഔ സാഅൻ മിൻ ശഈരിൻ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് അവർ ഭക്ഷണമായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളിൽ നിന്ന് ഒരു സ്വാഅ് ഒരു വ്യക്തിക്ക് സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി. ഒരു സ്വാഅ് എന്നാൽ ഏകദേശം 2 കിലോഗ്രാമും 400 ഗ്രാമുമാണ്. പണമായി നൽകുന്നവർക്ക് ഒരു വ്യക്തിയുടേത് ഈ രാജ്യത്തെ കണക്കനുസരിച്ച് 20 ദിർഹമാണ്. അള്ളാഹു സകാത്തിനെ കൊടുത്തുവീട്ടുന്നവരിലും അള്ളാഹു കൽപ്പിച്ചതു പ്രകാരം ജീവിതം ചിട്ടപ്പെടുത്തുന്നവരിലും നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.